നിനക്കറിയില്ലല്ലോ നിങ്ങൾക്കല്ലേ ഇവിടെ നിൽക്കാൻ പറ്റും. ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് ബെൽവോയ് കാസ്റ്റിൽ എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ്. പഴയ രാജാക്കന്മാരുടെ ഒരു കൊട്ടാരം എന്നൊക്കെ പറയാം, ഒരു കാസ്റ്റിലാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 40-45 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ ഈ കാസ്റ്റിലേക്ക്. പിന്നെ അതുമാത്രമല്ല, വളരെ കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെയൊക്കെ. നമ്മുടെ ആ ടൗണിൻ്റെ ക്രൗഡിൽ നിന്നൊക്കെ മാറി ഒരു നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു വൈബൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പോകാൻ പറ്റിയൊരു സ്ഥലമാണ് ഇത്. പോകുന്ന വഴിയെല്ലാം ഇതുപോലെ നല്ലൊരു കൺട്രി സൈഡാണ്. പോകുന്ന വഴി മുഴുവൻ ഇങ്ങനെ തന്നെയാണ്, നല്ല പച്ചപ്പൊക്കെയാണ്. ഇപ്പം പിന്നെ വിൻ്റർ സീസൺ ആയതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന അത്ര ഒരു പച്ചപ്പൊന്നും ഇല്ല. എങ്കിൽ പോലും മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഇവിടെ അത്യാവശ്യം നല്ല പച്ചപ്പും, പണ്ടേതോ സിനിമയിൽ പറയുന്ന പോലെ ഹരിതാപം പച്ചപ്പും ഒക്കെ ആവശ്യത്തിന് ഇവിടെയൊക്കെ ഉണ്ട്. ഈ ഒരു സ്ഥലമൊക്കെ കാണുമ്പം എനിക്ക് ശരിക്കും നാട്ടിലെ മൂന്നാർ, വാഗമണൊക്കെയാണ് ശരിക്കും ഓർമ്മ വന്നത്. ഇപ്പം ഈ ഒരു ഏരിയയിലേക്ക് വന്നപ്പോഴത്തേക്കും അത്യാവശ്യം വീടൊക്കെ ഉള്ളൊരു സ്ഥലത്തേക്ക്, ഒരു ഹൗസിംഗ് കോളനിയാണെന്ന് തോന്നുന്നു ഇവിടെ. അപ്പം നമ്മൾ ബെൽവോയ് കാസ്റ്റിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് എന്ന് തോന്നുന്നു, ഇല്ല അച്ഛേ? ഇത് ജംഗിള് പോലെ ഉണ്ടല്ലോ. തന്നെയാണോ പല വഴി? ഇത് ശരിക്കും ഒരു ജംഗിള് പോലെ ഫീൽ ചെയ്യുന്നില്ലേ? അതെ, UK വന്നായിരുന്നു പുലിമുരുക ഷൂട്ട് ചെയ്യാൻ. നല്ല പ്ലേസ്. ബ്യൂട്ടിഫുൾ. ഇവിടെ നടക്കാൻ ഇപ്പൊ ആണോ? ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ നമ്മുടെ കാർ പാർക്കിൽ എത്തിയിട്ടുണ്ട്. ബെൽവോയ് കാസ്റ്റിലിൻ്റെ കാർ പാർക്കിൽ എത്തിയിട്ടുണ്ട്. ആ ദൂരെ കാണുന്ന ഗേറ്റിൻ്റെ അകത്തുകൂടിയാണ് നമുക്ക് കാസ്റ്റിലിൻ്റെ അകത്തേക്ക് പോകേണ്ടത്. അതിനോട് ചേർന്ന് തന്നെയുള്ള ആ കോഫി ഷോപ്പിൽ നിന്നാണ് നമ്മൾ കാസ്റ്റിലേക്ക് പോകാനുള്ള ടിക്കറ്റ് എടുക്കേണ്ടത്. ഈ കാണുന്ന സ്ക്രീനിൽ നിന്നാണ് നമ്മൾ കാർ പാർക്കിനുള്ള ടിക്കറ്റ് എടുക്കേണ്ടത്. നമ്മൾ സൂക്ഷിച്ചു വെക്കണം. നമ്മൾ തിരിച്ചു പോരുന്നിടം വരെ നമുക്ക് ആ ടിക്കറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ ടിക്കറ്റെല്ലാം എടുത്ത്, അപ്പം കുട്ടികൾ അവർക്ക് കോഫി വേണമെന്ന് പറഞ്ഞ് കോഫി വാങ്ങാൻ പോയിരിക്കുകയാണ്. ഞങ്ങളപ്പോൾ അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ചെറിയ തണുപ്പൊക്കെ ഉണ്ടെങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ ഈ സ്ഥലം കാണാൻ വേണ്ടിയിട്ട്. ഇതിലങ്ങ് പോവാലോ, പോത്തില്ലേ? എടി അതൊരു മുട്ടായി അല്ലേ എടി?
എങ്ങോട്ട് പോരാ? അതിനകത്തൂടെ കേറാടി. അതിൽ കൂടി ഇതിലെ കൂടി കേറി. ഇതിലെ വീണ്ടും ഇവിടെയുണ്ട് കേട്ടോ. എടാ അതിലേ അല്ലടാ, ഇതിലേ കയറണോടാ. അവിടെ സ്റ്റക്കായി തോന്നുന്നു. എമിൽ, ഡോണ്ട് ഗിവ് അപ്പ്. സെക്കൻഡ് ട്രൈ. എടാ ചെരിച്ചു വെക്കടാ കാല്. ഇതൊക്കെ ഇത്ര എളുപ്പമുള്ള സംഭവത്തിലാണ് കേറാൻ പാട്. ഞാൻ കാണിച്ചു തരാം. കൈ കമ്മന്നു. തണ്ടിപ്പടുത്തളി വീഴുന്നതാണ് നമുക്ക്. ഇത് അമ്മ ഏറ്റവും പാടിത്. കല്ലുവാടി കൊടുവാ. നടന്നാണോ വരുന്നേ? ആദ്യമായിട്ട് നടന്നു വരുന്നു. ഇതാണ് ബെൽവോയിർ കാസിൽ. 1066 നോർമൻ കോൺക്വസ്റ്റിന് ശേഷമാണ് ഇവിടെ ഈ കാസിൽ ബിൽഡ് ചെയ്തത്. അതിനുശേഷം ഏകദേശം 3 തവണ അവരത് റീബിൽഡ് ചെയ്തിട്ടുണ്ട്. ഗ്രാന്തത്തിൻ്റെയും മെൽട്ടൺ മോംബ്രേയുടെയും കൂടെ ഇടയ്ക്കാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഗ്രാന്തം എന്ന് പറയുന്ന ഓൾമോസ്റ്റ് ഒരുവിധപ്പെട്ടവർക്കൊക്കെ അറിയാം, നമ്മുടെ ഐസക് ന്യൂട്ടൻ്റെ സ്ഥലമാണ്. ബെൽവോയിർ എന്ന വാക്കിൻ്റെ അർത്ഥം ബ്യൂട്ടിഫുൾ പ്ലേസ് അല്ലെങ്കിൽ മനോഹരമായ സ്ഥലം എന്നാണ്. ഈ കോട്ട സ്ഥാപിച്ചത് 11-ാം നൂറ്റാണ്ടിലാണെന്നാണ് പറയപ്പെടുന്നത്. റുത്ലാൻഡ് ഡ്യൂക്കിൻ്റെ ആൻസിസ്ട്രൽ ഹോം ആണെന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം 1000 വർഷത്തോളം ഈ കുടുംബം ഇവിടെ താമസിച്ചിരുന്നതായി പറയപ്പെടുന്നു. ഇപ്പോൾ ഏതായാലും ഇവിടെ താമസം ഇല്ലെന്നാണ് തോന്നുന്നത്. കാരണം നമുക്ക് അകത്തേക്ക് ആക്സസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഉൾഭാഗം എങ്ങനെ ഇരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും പുറം ഭാഗവും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ പണ്ട് കാലത്തെ ആയുധങ്ങളും ഒക്കെ നമുക്ക് ഏകദേശം കുറച്ചൊക്കെ നമുക്ക് കാണാൻ പറ്റും. എല്ലാ സ്ഥലത്തും നമുക്ക് ആക്സസ് ഇല്ല. ഈ കാസ്റ്റിലിൻ്റെ ചരിത്രം തുടങ്ങുന്നത് വില്യം ദ കോൺക്രർ അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡേർഡ് ബെയറായ റോബർട്ട് ഡി ടൊഡനിക്ക് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഭാരം കൈമാറുന്നതോടുകൂടിയാണ്. അതിനുശേഷം 3 തവണ ഇത് റീബിൽഡ് ചെയ്തു. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാസ്റ്റിൽ ഇപ്പോൾ ലാസ്റ്റ് ബിൽഡ് ചെയ്തതാണ്. ഇതൊക്കെ ചരിത്രം പറയുന്നതാണ് കേട്ടോ. കുറച്ചൊക്കെ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി. പിന്നെ ബാക്കിയൊക്കെ എനിക്ക് മോളാണ് പറഞ്ഞു തരുന്നത്. ഇവിടെ സ്കൂളിലത്തെ ഹിസ്റ്ററി ക്ലാസ്സിലൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇംഗ്ലണ്ടിലെ തന്നെ 3 കൗണ്ടികൾ നമുക്ക് കാണാൻ സാധിക്കും. ലെസ്റ്റർഷയർ കൗണ്ടി, നോട്ടിംഗ്ഹാംഷയർ കൗണ്ടി, ലിങ്കൺഷയർ കൗണ്ടി. ഈ കാസ്റ്റ് ലൊക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ലെസ്റ്റർഷയർ കൗണ്ടി തന്നെയാണ്. ഇവിടെ നമുക്കൊരു സ്പൈറൽ വാക്ക് ഉണ്ട്. അതായത് നമുക്ക് ഈ കോട്ട ചുറ്റി നടന്ന് കാണാൻ പറ്റും. കോട്ടയ്ക്കുള്ളിൽ കടക്കാൻ പറ്റില്ലെങ്കിലും കോട്ടയുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള വ്യൂ, പുറത്തു നിന്നുള്ള വ്യൂ നമുക്ക് കാണാൻ പറ്റും. ഈ കാണുന്നതാണ് ഈ കോട്ടയ്ക്ക് ചുറ്റുമുള്ള സ്പൈറൽ വാക്ക്. അതിൻ്റെ ഓരോ ആംഗിളിൽ നിന്നും നമുക്ക് കോട്ട കാണാൻ പറ്റും.
അച്ഛൻ പോകുന്ന വഴിയാണോ? നല്ല വെയിലുള്ള ദിവസമാണ്, വെയിലിന് ഒട്ടും ചൂടില്ല, എങ്കിലും നല്ല പ്രസന്നമായിട്ടുള്ളൊരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്പൈറൽ വാക്കിനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. സാധാരണ ഇവിടെ ഈ സമയത്ത് മഴയാണ്, ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ ആയിരുന്നെങ്കിൽ ശരിക്കും നമുക്കിത് എൻജോയ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തു. കാരണം നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ഒക്കെ ആണെന്നെങ്കിൽ നമുക്ക് എന്തായാലും പോകാനൊക്കെ ഒരു താല്പര്യം തോന്നും. പേടിയില്ല കേട്ടോ. ഇവിടെ ചെളിയുണ്ട്, ഇവിടെ ഉണ്ട്. എൻ്റെ വെള്ളച്ചെരുപ്പിൻ്റെ കളർ ഇപ്പം ജെയിംസ് രാജാവ് വന്നിട്ടുണ്ട്. നമ്മൾ കണ്ടില്ലേ, നമ്മൾ വന്ന നമ്മൾ മുകളിൽ നിന്ന് നോക്കിയ ആ സ്ഥലമാണ് ഇത്. ഇതിലിങ്ങനെ നടന്ന് 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 നമുക്ക് ഇവിടെ എത്താം, വളഞ്ഞ്. പേരെന്താ പറയാ? അങ്ങനെ ഞങ്ങൾ കറങ്ങിത്തിരിഞ്ഞ് അതിൻ്റെ താഴെ എത്തിയിട്ടുണ്ട്. കുറേ നടക്കണമായിരുന്നു, എങ്കിലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കാണാനും ഒത്തിരി കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതിലെ ഗാർഡനിലെത്തി. കുറെ അവിടെയുള്ള കുറെ സ്റ്റാച്യൂസ് ഒക്കെ അവര് അത് കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല, സ്റ്റാച്യൂസ് ഒക്കെ കുറച്ചൊക്കെ കാണാൻ പറ്റുള്ളൂ. എങ്കിലും വളരെ ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ നമ്മളിപ്പം വിൻ്റർ സീസണിൽ വന്നതുകൊണ്ട് തന്നെ ഇവിടെ ഫ്ലവേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. ഈ വരുന്ന ജൂലൈ 12th 13th ഇവിടെ ഗാർഡൻ ആൻഡ് ഫ്ലവർ ഷോ ഉണ്ട്. ആർക്കെങ്കിലും UK ആർക്കെങ്കിലും വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ വരാം. ആ സമയത്ത് ഇത് കണ്ടപ്പോൾ ആക്ച്വലി ഞാൻ വിചാരിച്ചത് ഇവിടെ വർക്ക് ചെയ്തിരുന്ന ആരെങ്കിലും അടക്കിയ സ്ഥലമാണെന്നാണ്. ഇത് ഇവിടെ ജീവിച്ചിരുന്ന രാജാക്കന്മാരുടെയൊക്കെ പെറ്റ്സിനെ അടക്കിയ സ്ഥലമാണ്. അതിലെഴുതിയിട്ടുണ്ട് ബെസ്റ്റ് കമ്പാനിയൻ ആൻഡ് ദ ഫ്രണ്ട് ഓഫ് ലിസ എന്നൊക്കെയാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഓരോ പെറ്റ്സിൻ്റെയും പേര് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ശരിയാക്കി വെക്ക്, നമുക്ക് കളിക്കാവുന്ന. ഞാൻ വെള്ളയാണേ. നിനക്കറിയില്ലല്ലോ. കാണുന്ന മുകളിലേക്കുള്ള വഴി ബ്ലൂബെറി ഹില്ലിലേക്കുള്ളതാണ്. അത് ഓഫ് റോഡ് ആയതുകൊണ്ട് തന്നെ വഴി നിറയെ ചെളിയാണ്. ഞങ്ങൾ കുറച്ച് നടന്നപ്പോൾ മടുത്തു, പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.